1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായത്തിൽ യബേസ് എന്ന് പറയുന്ന ഒരു വ്യസനപുത്രന്റെ പ്രാർത്ഥനയെ കാണുവാൻ കഴിയുന്നു. അവന്റെ പ്രാർത്ഥനയ്ക്കകത്ത് 3 കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. 1, യഹോവയാകുന്ന ദൈവം എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. 2, എന്റെ അതിര് വിശാലമാകണം. 3, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരരുത്. ചില സാഹചര്യങ്ങൾക്കകത്ത് അവൻ ചില കഷ്ടതകൾ അനുഭവിച്ചപ്പോൾ അവൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, എന്റെ അതിര് വിശാലമാകണമേ, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരരുതേ. യബേസ് പ്രാർത്ഥിച്ച് അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത വാക്യത്തിനകത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ അപേക്ഷിച്ചതിന് ദൈവം കൊടുത്തു. ഈ വചനം ധ്യാനിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകുവാനിടയായി തീർന്നു. യബേസിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ ഹൃദയം തൊടുന്ന പ്രാർത്ഥനയായിരുന്നു. ഈ നാളുകളിൽ ദൈവത്തിന്റെ ഹൃദയത്തെ തൊടുന്ന പ്രാർത്ഥന നിന്റെ അകത്തളത്തിൽ നിന്ന് വെളിപ്പെട്ടാൽ നിന്റെ പ്രാർത്ഥന കേട്ട് അതിന് മറുപടി തരുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ഈ നാളുകളിൽ യബേസിന്റെ അതിര് ദൈവം വിശാലമാക്കിയതുപോലെ നിന്റെ അതിരിനെയും ദൈവം വിശാലമാക്കുവാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ദൈവം നിന്റെ ജീവിതത്തിനകത്ത് തരുവാൻ പോവുകയാണ്. ഈ വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഈ വചനം നിങ്ങളെ ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ.